നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP-ക്ക് അന്തിക്കാട് സ്വീകരണം. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ ഭാഗമായി മണലൂർ മേഖലാ കമ്മിറ്റിയുടെ കാൽനട ജാഥ. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി പട്ടിക വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് ഭാരതീയ പട്ടികജന സമാജം പ്രതിനിധി സമ്മേളനം. വാർത്തകൾ വിശദമായി. CPI സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത ബിനോയ് വിശ്വം MP-ക്ക് അന്തിക്കാട് സ്വീകരണം നൽകി. അന്തിക്കാട് സെന്ററിൽ നിന്നും നിരവധി നേതാക്കളും പ്രവർത്തകരും പ്രകടനമായാണ് സംസ്ഥാന സെക്രട്ടറിയെ സ്വീകരിച്ചത്. ചടയൻ സ്മാരകത്തിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ സംസ്ഥാന സെക്രട്ടറി പുഷ്പചക്രം അർപ്പിച്ചു. തുടർന്ന് രക്തസാക്ഷി സ്മാരക വളപ്പിൽ ഫലവൃക്ഷത്തൈയും നട്ടു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ ബിനോയ് വിശ്വം സംസാരിച്ചു. എല്ലാ വെല്ലുവിളിക്കും മുമ്പിലും ഉയർത്തിപ്പിടിക്കുന്ന ആയുധമാണ് ഇടതുപക്ഷമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മുടെ പാർട്ടി വ്യത്യസ്തമായ ഒരു പാർട്ടിയാണ് എന്ന് നാം പറയുന്നത്. പാർട്ടിയെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരം പോരാട്ട പാരമ്പര്യത്തിലാണെന്ന് നാം മനസ്സിലാക്കുന്നത്. നാം ജീവിക്കുന്ന കാലത്ത് ഒരുപാട് തെറ്റായ പ്രവണതകളും തെറ്റായ വാസനകളും സമൂഹത്തിലാകെ വ്യാപിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ജാഗ്രത വലിച്ചില്ലെങ്കിൽ അത്തരം വൈറസുകളുടെ ആക്രമണത്തിന് നമ്മൾ ഇരയായി പോകും. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ പറ്റി നമ്മളെ പഠിപ്പിച്ച നേതാക്കന്മാർ ഒരുപാട് പേരുണ്ട്. ആ വാക്ക് പറഞ്ഞപ്പോൾ അവരെല്ലാം നമ്മൾ പറഞ്ഞത് ഈ വലതുപക്ഷ മുതലാളിത്ത ചൂഷകവർഗ ആശയങ്ങളുടെ തള്ളിക്കയറ്റം ഉണ്ടാകുമ്പോൾ അതിനു മുൻപിൽ പതറിപ്പോകാതെയും നിലനിൽക്കാതെയും നമ്മുടെ കൊടിയുടെ മൂല്യങ്ങൾ നമുക്ക് വേണ്ടി ധരിച്ച സാക്ഷികളുടെ ജീവിതപാഠങ്ങൾ അതെല്ലാം കൂടി ചേർന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളെ നാം ശക്തിയായി ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നതാണ്. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷനായി. KP രാജേന്ദ്രൻ, CN ജയദേവൻ, VS സുനിൽകുമാർ, റവന്യൂ മന്ത്രി K രാജൻ, MLA-മാരായ P ബാലചന്ദ്രൻ, CC മുകുന്ദൻ, KP സന്ദീപ്, രാകേഷ് കണിയാമ്പറമ്പിൽ, PK കൃഷ്ണൻ, ഷീന പറയങ്ങാട്ടിൽ, CR മുരളീധരൻ എന്നിവർ പങ്കെടുത്തു. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം നടന്നു. വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കലോത്സവം പ്രിൻസിപ്പാൾ KT അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കുട്ടികളുടെ കലാശേഷി കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. അവരുടെ ആ ശേഷികളൊക്കെ നമ്മൾ കൂടുതൽ വിവരങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് അല്ല. അങ്ങനെ ഒത്തിരി പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഗവൺമെന്റ് പഞ്ചായത്ത് തലത്തിലൊക്കെ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്. നമ്മുടെ വലപ്പാട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും വിഭിന്നങ്ങളായിട്ടുള്ള പരിപാടികൾ നമ്മൾ നടത്തുകയാണ് നമ്മുടെ കുട്ടികളുടെ ക്ഷേമത്തിനായി. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളാണ്, ഒത്തിരി ശേഷികളുള്ള ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളാണ് ഭിന്നശേഷി കുട്ടികൾ. തൻ്റെ കുട്ടികളെ സ്നേഹിച്ച് പരിപാലിക്കാനായിട്ട് ദൈവം വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്ന മാതാപിതാക്കളെ ദൈവത്തിന് അതിലും പ്രിയപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, 2 വയസ്സിൽ പോളിയോക്കെതിരെയുള്ള ഇഞ്ചക്ഷൻ എടുത്തിനെ തുടർന്ന് ആകെ തളർന്ന അവസ്ഥയിലായിരുന്നു. ആകെ ഇരുന്ന് നിരങ്ങുന്ന അവസ്ഥയിലായിരുന്നു. ഞാനൊരു 5 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് സ്കൂളിൽ പോകണമെന്ന് വാശി പിടിച്ചു. മറ്റു കുട്ടികളൊക്കെ പോകുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഉറച്ച പിന്തുണ നൽകിയിരുന്നു. എൻ്റെ അമ്മ ഒരിക്കലും എന്നെ വീട്ടിലിരുത്താനായിട്ട് ആഗ്രഹിച്ചില്ല. തൊട്ടടുത്തുള്ള നമുക്കറിയാം തൊപ്പിയാർ നാട്ടിക SNDP LP സ്കൂളിലാണ് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത്. അതിനുശേഷം ഞാൻ പഠിച്ചത് നമ്മുടെ ഈ സ്കൂളിലാണ്, വലപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. 5 മുതൽ 10 വരെ നമ്മളെ എനിക്ക് പഠിച്ചോളൂ. മിക്കവരും നല്ല പരിചയമുള്ളവരാണ്. നമുക്കൊക്കെ അറിയാം. അമ്മ ബസ്സിൽ എടുത്ത് കയറ്റി കൊണ്ടുവരും. അന്ന് ഇതിലും തടിയായിരുന്നു, വലിയ ഷൂസൊക്കെ ഉണ്ടായിരുന്നു. പല ദിവസങ്ങളിലും ഞാൻ അമ്മയും തട്ടിത്തെറിഞ്ഞു വീഴും ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ.
പിന്നെ ഒരാഴ്ച എനിക്ക് സ്കൂളിൽ വരാൻ സാധിക്കില്ല. അങ്ങനെ വളരെ വിഷമിച്ചിട്ടാണ് എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം മുന്നോട്ട് പോയത്. അവിടെ എപ്പോഴും തുണയും ആയിട്ട് എൻ്റെ അമ്മയുണ്ടാവും. അതുപോലെ അച്ഛന് ഒക്കെ നല്ല പിന്തുണയായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് വി അർജിത്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജ്യോതി രവീന്ദ്രൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഇ പി അജയഘോഷ്, മണി ഉണ്ണികൃഷ്ണൻ, സിജി സുരേഷ്, ഷൈൻ നെടിയിരിപ്പിൽ, ഫാത്തിമ സലീം, അനിത ത്രിദീപ് കുമാർ, ICDS സൂപ്പർവൈസർ ഷീനത്ത് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കോൺഗ്രസ് നാട്ടിക 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരിൽ ഇന്ദിര പ്രിയദർശിനി കോൺഗ്രസ് കുടുംബ സംഗമവും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണവും സംഘടിപ്പിച്ചു. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കൂടെയുള്ള കൂട്ടുകാരെ കൂട്ടി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാട്ട ഭൂമികയിൽ വന്ന കൊച്ചു ബാലിക കൂടിയാണ് ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധി കൂട്ടിയ കൂട്ടത്തെ വാനരസേന എന്നാണ് അന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ആ ഇന്ദിരാഗാന്ധി ഈ രാജ്യത്തിൻ്റെ വലിയ സംഭാവന നൽകിയ നേതാവാണ്. വിവിധ നാട്ടുരാജ്യങ്ങൾ ചേർന്നാണ് നമ്മുടെ രാജ്യം ഒന്നിച്ച് ഇന്ത്യ എന്ന റിപ്പബ്ലിക് ഉണ്ടാകുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് CG അജിത് കുമാർ, PK നന്ദനൻ, TV ഷൈൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റീന പത്മനാഭൻ, ജില്ലാ സെക്രട്ടറി രഹന ബിനീഷ്, പഞ്ചായത്ത് മെമ്പർ ബിന്ദു പ്രദീപ്, നാട്ടിക പഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ കമല ശ്രീകുമാർ, പുഷ്പാങ്കദൻ ഞായക്കാട്ട് എന്നിവർ സംസാരിച്ചു. KA രാമൻ, വിശ്വനാഥൻ കൊടപ്പുള്ളി, പ്രസാദ് വെള്ളാഞ്ചേരി, അക്ബർ വലിയകത്ത്, സുബ്രഹ്മണ്യൻ മന്ത്ര, വിജയൻ കൊടുവത്ത്, ജഗജീവൻ ചക്കാമടത്തിൽ, അബ്ദുള്ളക്കുട്ടി മുസ്ലിയാം വീട്ടിൽ, റസാഖ് മുസ്ലിയാം വീട്ടിൽ, ശ്രീദേവി സദാനന്ദൻ, ഗീതാഞ്ജലി തിലകൻ, സത്യഭാമ രാമൻ, പ്രമീള പൂക്കാട്ട്, സരള കുറുപ്പൻ, സുലേഖ പോക്കാക്കിലത്ത്, കാഞ്ചന ജയൻ, രമണി ചക്കണ്ടൻ, ശരണി മായാരണൻ, റെജി ഭുവനേശ്വരൻ, കുമാരൻ ചക്കാണ്ടൻ എന്നിവർ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ നടത്തി. കാഞ്ഞാണി സിംല മാളിൽ നടന്ന ചടങ്ങ് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ പൊടുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ കാലഘട്ടത്തിന്റെ തിരിച്ചറിവ് മനസ്സിലാക്കി, കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ മനസ്സിലാക്കി, ഈ സർക്കാരിനെതിരെയുള്ള ഭരണാധികാരികൾക്കെതിരെയുള്ള അതിശക്തമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ 100% പിന്തുണ കൊടുക്കാൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട നമ്മുടെ മുഴുവൻ സംവിധാനവും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഇനിയും നമുക്ക് ഒരുപാട് മുന്നേറാൻ, പ്രത്യേകിച്ച് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിക്കഴിഞ്ഞു. ഏപ്രിൽ മാസമോ മെയ് മാസത്തിലോ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ 3 സ്ഥാനാർത്ഥികളുടെയും വിജയം നമുക്ക് ആവർത്തിക്കാൻ സാധിക്കും. നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ പുതിയ ഭാരവാഹികൾക്ക് ഹാരാർപ്പണം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് C പ്രമോദ്, സോയ ജോസഫ്, അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണു ചന്ദ്രൻ, KSU സംസ്ഥാന കമ്മിറ്റി അംഗം CV വിമൽ, യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളായ അനീഷ ശങ്കർ, അഖിൽ കേച്ചേരി, DCC ജനറൽ സെക്രട്ടറിമാരായ VG അശോകൻ, KB ജയറാം, PK രാജൻ, CM നൌഷാദ്, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, സുബൈദ മുഹമ്മദ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KS ദീപൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ MV അരുൺ, PB ഗിരീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ DYFI ജനുവരി 20-ന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ ഭാഗമായി DYFI മണലൂർ മേഖലാ കമ്മിറ്റി കാൽനട ജാഥ നടത്തി. അയ്യപ്പൻകാവ് സെന്ററിൽ DYFI മുൻ സംസ്ഥാന കമ്മിറ്റി മെമ്പർ VN സുർജിത്ത് ജാഥ ഉദ്ഘാടനം ചെയ്തു. അരുൺ ആനന്ദ് അധ്യക്ഷനായി. ജാഥ സമാപന സമ്മേളനം SFI മുൻ കേന്ദ്ര കമ്മിറ്റി മെമ്പർ PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. CPM ലോക്കൽ സെക്രട്ടറി KV ഡേവിസ്, CITU കേന്ദ്ര കമ്മിറ്റി മെമ്പർ രാമചന്ദ്രൻ മണിക്കത്ത്, അഞ്ജന TB, നിവിൻ മനോഹരൻ എന്നിവർ സംസാരിച്ചു. വലപ്പാട് സ്വിമ്മിംഗ് പൂളിൽ വീണ മൂർഖൻ പാമ്പിനെ തളിക്കുളം ആനിമൽ സ്ക്വാഡ് പ്രവർത്തകർ രക്ഷപ്പെടുത്തി. വലപ്പാട് ബീച്ച് തെക്കിനിയടുത്ത് ശശിധരന്റെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിലാണ് വീട്ടുകാർ മൂർഖൻ പാമ്പിനെ കാണുന്നത്. തുടർന്ന് തളിക്കുളം അനിമൽ കെയർ സൊസൈറ്റി പ്രവർത്തകരെ വിവരമറിയിക്കുകയായിരുന്നു. അനിമൽ കെയർ സൊസൈറ്റി പ്രവർത്തകരായ KK ശൈലേഷ്, അജിത് കുമാർ ഏങ്ങണ്ടിയൂർ എന്നിവർ ചേർന്ന് പാമ്പിനെ വെള്ളത്തിൽ നിന്നും പിടികൂടി. പാമ്പിനെ പിന്നീട് ഫോറസ്റ്റ് അധികൃതർക്ക് കൈമാറും.
അഖില കേരള ധീവരസഭ വട്ടപ്പരത്തി കരയോഗം മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗം നടന്നു. കഴിമ്പ്രം പള്ളിപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിൽ നടന്ന പൊതുയോഗത്തിൽ സമിതി പ്രസിഡന്റ് NP ഗോപി അധ്യക്ഷനായി. സെക്രട്ടറി AN പ്രകാശൻ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിച്ചു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരവും ക്യാഷ് അവാർഡും വിതരണം ചെയ്തു. TV പങ്കജാക്ഷൻ, KG ശേഖരൻ എന്നിവർ സംസാരിച്ചു. ഉയർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് PSC പഠിക്കാനോ അതിൻ്റെ ട്യൂഷൻ കൊടുക്കാനോ എല്ലാത്തിനും ഇവിടെ നമ്മളിൽ ആൾക്കാരുണ്ട്. നമ്മൾ സഹകരിച്ചാൽ മതി, എന്നാൽ മാത്രമേ നമുക്കിനി ജോലി കിട്ടുള്ളൂ. അല്ലാണ്ട് നമുക്ക് പണ്ടത്തെ മാതിരി ഒന്നും വിചാരിച്ചിട്ട് യാതൊരു എല്ലാ വഴിയും ജോലികൾ കിട്ടുന്നതൊക്കെ PSC വഴിയാണ്. അപ്പം നമ്മൾ അതിനുവേണ്ടി നമ്മൾ മക്കളെ ശ്രമിപ്പിക്കണം, നമ്മൾ ശ്രമിക്കണം. കൂടുതൽ ഉന്നതങ്ങളിലേക്ക് എത്താനും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് നല്ല നല്ല ജോലി കിട്ടാനും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാണ് കൂടുതൽ പറയാനുള്ളൂ. ഇന്ന് നമുക്ക് സംബന്ധിച്ചുള്ള ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്, ആർഭാടത്തിൻ്റെ ദിവസം, ആർമാദിക്കേണ്ട ദിവസമാണ്. സത്യം പറഞ്ഞാൽ ഈ കുട്ടികൾ 1 തൊട്ട് 5 വരെയുള്ള ചോരക്കുട്ടികൾ, അതിനുശേഷം +2 SSLC ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉന്നത വിജയം നമ്മുടെ സമുദായത്തിലെ കുട്ടികൾക്കാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങൾക്ക് സഹായവുമായി കോസ്മോസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 50ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പഞ്ചായത്തിലെ അതിദരിദ്ര കുടുംബങ്ങൾക്ക് ക്ലബിന്റെ നേതൃത്വത്തിൽ അരി വിതരണം നടത്തി. 57 കുടുംബങ്ങൾക്കാണ് അരി വിതരണം ചെയ്തത്. കൂടാതെ തളിക്കുളം പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1000 കുടുംബങ്ങൾക്കും ക്ലബ്ബ് അരി വിതരണം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത അരി ഏറ്റുവാങ്ങി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോസ്മോസ് ക്ലബ് പ്രസിഡന്റ് റിജാസ്, സെക്രട്ടറി മുഹമ്മദ് സഫ്വാൻ, ട്രഷറർ നിഖിൽ C മണിലാൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത്, വിനയപ്രസാദ്, ഷിജി CK, സന്ധ്യ മനോഹരൻ, KK സൈനുദ്ദീൻ, ജിജ രാധാകൃഷ്ണൻ, സുമന ജോഷി, ബിന്നി അറയ്ക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രമണി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിലുള്ള ഏകദേശം 50 വർഷക്കാലമായി ആരംഭിച്ച് പല ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ഇന്ന് 50ാം വാർഷികം ആഘോഷിക്കുന്ന 2024 50ാം വാർഷികത്തിൻ്റെ ഭാഗമായി 1000 കുടുംബങ്ങൾക്ക് അരി വിതരണം നടത്തിക്കൊണ്ടാണ് കോസ്മോസ് അവരുടെ വാർഷികം ആഘോഷിച്ചത്. അതിലേറെ സന്തോഷം എന്ന് പറയുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ പാവപ്പെട്ട കുടുംബങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് അവരുടെ വീടുകളിലേക്ക് അരി എത്തിക്കുകയായിരുന്നു കോസ്മോസിൻ്റെ പ്രിയപ്പെട്ട അംഗങ്ങൾ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇന്ന് തളിക്കുളം ഗ്രാമപഞ്ചായത്തിലെ 57 വരുന്ന അതിദരിദ്രരായിട്ടുള്ള കുടുംബങ്ങൾക്കും അവർ കിറ്റ് തളിക്കുളം ഗ്രാമപഞ്ചായത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മുടെ യുവതലമുറ, വളർന്നു വരുന്ന യുവതലമുറ നമ്മളൊക്കെ എല്ലാവരെയും ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് പലതരത്തിലുള്ള വിപത്തുകളിലേക്കും അല്ലെങ്കിൽ ലഹരി ഉപയോഗങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നുമെല്ലാം വിഭിന്നമായി ഭാവി തലമുറയെ നമ്മൾക്ക് എല്ലാം തന്നെ വിശ്വസിച്ചുകൊണ്ട് ഭാവിയിൽ എല്ലാ ആളുകളെയും ചേർത്ത് നിർത്താവുന്ന കരങ്ങൾ നമ്മുടെ പ്രദേശത്തുള്ള വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ യുവജനങ്ങളുടെ കൈകളിലുണ്ട്. ഉറച്ച കരങ്ങളാണ് അവരുടെ എന്ന് വിശ്വസിക്കാനുള്ള ഒരു ഉറച്ച കാര്യം കൂടിയാണ് നമ്മൾ ഈ പറയുന്ന ക്ലബിലെ അംഗങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇടവേള. ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ മണപ്പുറം മാക്കെയർ വിഷൻ പ്ലസ് നൽകുന്നു ന്യൂ ഇയർ സ്പെഷ്യൽ ഓഫർ. ഒരു കണ്ണട വാങ്ങൂ, മറ്റൊന്ന് സൗജന്യമായി നേടൂ. ഈ ഓഫർ പരിമിത കാലത്തേക്ക് മാത്രം. കണ്ടീഷൻസ് അപ്ലൈ. എല്ലാ ദിവസവും സൗജന്യ കാഴ്ച പരിശോധനയും വിദഗ്ധരായ നേത്രരോഗ വിദഗ്ധരുടെയും ടെക്നീഷ്യൻസിന്റെയും സേവനവും. ഈ സേവനം ജനുവരി 10 വരെ മാത്രം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കാം 1800-309-1555. ക്രിസ്തുമസ് ആൻഡ് ന്യൂ ഇയർ ആഘോഷങ്ങളോടനുബന്ധിച്ച് ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒരുക്കുന്നു ഇഷാര ഗിഫ്റ്റ് ട്രീ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും 2023 ഡിസംബർ 15 മുതൽ 2024 ജനുവരി 15 വരെ 1 പവന് മുകളിൽ പർച്ചേസ് ചെയ്യൂ. ഗിഫ്റ്റ് ട്രീയിൽ നിന്നും സ്ക്രാച്ച് കാർഡ് സ്വന്തമാക്കി സ്ക്രാച്ച് ചെയ്യൂ. ഉറപ്പായ സമ്മാനം സ്വന്തമാക്കൂ. മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ വൈമോൾ ത്രിപ്രയ. കേരളത്തിൽ എവിടെയും സൗജന്യ ഇന്റർനെറ്റ് കണക്ഷൻ എന്ന നേട്ടവുമായി KV5 സൗജന്യ ഇന്റർനെറ്റ് പദ്ധതി നടപ്പിലാക്കിയതോടെ കേരള വിഷൻ കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാവായി മാറി. ഈ നേട്ടങ്ങൾക്ക് ഇരട്ടി മധുരവുമായാണ് ദേശീയ തലത്തിൽ നിന്നും അഭിമാനകരമായ നേട്ടം കേരള വിഷനെ തേടിയെത്തിയത്. കേരളത്തിലെ നമ്പർ 1 ബ്രോഡ്ബാൻഡ് കേബിൾ TV നെറ്റ്വർക്ക് കമ്പനിയായ കേരള വിഷൻ ഇന്ന് ഇന്ത്യയിലെ ആദ്യ 10 ബ്രോഡ്ബാൻഡ് കേബിൾ TV സേവനദാതാക്കളുടെ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു.
5000-ത്തിലധികം കേബിൾ ഓപ്പറേറ്റർമാരുടെ എളിയ സംരംഭം എന്ന നിലയിൽ നിന്നും ദേശീയ തലത്തിൽ അംഗീകാരങ്ങളിലേക്കുള്ള ഈ വളർച്ചയ്ക്ക് ഞങ്ങളുടെ ലക്ഷക്കണക്കിന് ഉപഭോക്താക്കളോട് നന്ദി പറയുന്നു. വിഷൻ സക്സസ്, ആഘോഷിക്കാം ഈ അഭിമാന നേട്ടം. വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി പട്ടിക വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് വലപ്പാട് നടന്ന ഭാരതീയ പട്ടികജന സമാജം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പട്ടിക വിഭാഗ വിദ്യാർത്ഥികളുടെ മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാന്റ്, സ്റ്റൈഫൻഡ്, ഫെലോഷിപ്പുകൾ എന്നിവ സമയബന്ധിതമായി വിതരണം ചെയ്യണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവൻ പിണർമുണ്ട പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജാതിപരമായിട്ടുള്ള വിവേചനം എത്രയാണ്, അല്ലെങ്കിൽ എത്രമാത്രം പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ല എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയുള്ളൂ. ഇപ്പോൾ ഒരു പുതിയ തലമുറ അങ്ങനെ ഡാറ്റാസ് നമ്മുടെ കയ്യിലില്ല. ഇപ്പൊ നിലവിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഡാറ്റാസ് ഇല്ല. പക്ഷെ ഒരുപക്ഷെ ഗവൺമെന്റിന് ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും രാജ്യത്ത് എത്ര പട്ടികജാതിക്കാരായിട്ടുള്ള ആളുകൾ ഉദ്യോഗത്തിൽ കയറിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഗവൺമെന്റിന് അറിയാൻ സാധിക്കും. കാരണം അവരുടെ ജാതി കാലത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, തീർച്ചയായിട്ടും അവർക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മളൊരു വിവരാവകാശം കൊടുത്താൽ എത്ര ജാതിപ്പെട്ട ആളുകളുണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക് പറയാൻ സാധ്യമല്ല. സ്വാഗത സംഘം ചെയർപേഴ്സൺ രശ്മി സുമേഷ് അധ്യക്ഷത വഹിച്ചു. പിന്നോക്ക വിഭാഗം വികസന കോർപ്പറേഷൻ മുൻ ഡയറക്ടർ VR ജോഷി മുഖ്യപ്രഭാഷണം നടത്തി. KK ശിവരാമൻ, രാജു കുംബ്ലാൻ, അഡ്വക്കേറ്റ് ഷിബു എറണാകുളം, VT ഭാരത് രാജ് കോഴിക്കോട്, ഷൺമുഖൻ കല്ലായി, PK അജിത് കുമാർ, TV വിശ്വമിത്രൻ, MV ലാലു, PK ബാബു, സാവിത്രി ചന്ദ്രൻ, അനിത ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. പ്രസിഡന്റ് KS അനിൽകുമാർ, സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ കാതിക്കോട്, ട്രഷറർ ഷൺമുഖൻ കല്ലായി എന്നിവരെ പുതിയ ഭാരവാഹികളായി സമ്മേളനം തിരഞ്ഞെടുത്തു. കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കേരള നടനം പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആർച്ച S കുമാറിന് A ഗ്രേഡ്. കഴിമ്പ്രം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിനിയും കയ്പമംഗലം പുത്തൂർ സുദീപ് ശാന്തിനി ദമ്പതികളുടെ മകളുമാണ് ആർച്ച. പഠനത്തിലും മിടുക്കിയായ ആർച്ച കഴിഞ്ഞ വർഷം ജില്ലാ സ്കൂൾ കലോത്സവത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ചെറുപ്പത്തിലെ നൃത്തം അഭ്യസിക്കുന്ന ആർച്ചയുടെ ഗുരു ഇരിഞ്ഞാലക്കുട സന്തോഷ് മാസ്റ്ററാണ്. സ്പോർട്സിലും താല്പര്യമുള്ള ആർച്ചയ്ക്ക് ബാഡ്മിന്റനോടാണ് ഏറ്റവും പ്രിയം. കരാത്തെ പരിശീലനവും നടത്തുന്നുണ്ട്. തൃപ്രയാർ ഗവൺമെന്റ് ശ്രീരാമ പോളിടെക്നിക് കോളേജിലെ അധ്യാപികയായ ശാന്തിനിയും അച്ഛൻ സുദീപും പൂർണ്ണ പിന്തുണയുമായി ആർച്ചയ്ക്കൊപ്പമുണ്ട്. സംസ്ഥാന കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആസ്വാദക ശ്രദ്ധ നേടാൻ കഴിഞ്ഞതിന്റെ ത്രില്ലിലാണ് ആർച്ച S കുമാർ. നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ ക്യാൻ തൃശൂർ പദ്ധതിയുടെ 3ാം ഘട്ടത്തിന്റെ ഭാഗമായുള്ള ക്യാൻസർ രോഗനിർണയ ക്യാമ്പ് നടത്തി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ക്യാൻസറിന് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് ആകെ ഒരുമിച്ച് കൂട്ടി അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ഏർപ്പാടുണ്ടാക്കണമെന്ന് തോന്നിയത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിനാണ്. മിക്കവാറും എല്ലാ പഞ്ചായത്തന്മാരോട് യോജിക്കുകയും ചെയ്തു. ഇപ്പോൾ അതിൻ്റെ 3ാം ഘട്ട പരിശോധന നടക്കുകയാണ്. ഏകദേശം 600ഓളം ക്യാൻസർ രോഗികളെ കണ്ടെത്താൻ ഇതോട് കഴിഞ്ഞു. ആ കണ്ടെത്തിയവരിൽ മഹാഭൂരിപക്ഷവും അതിൻ്റെ ആദ്യ സ്റ്റേജിലുള്ളവരായിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് റിക്കവറി പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അങ്ങനെ റിക്കവറി പോസിബിലിറ്റി കൂടുതലുള്ള ആ സ്റ്റേജിൽ തന്നെ അവരെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ അധ്യക്ഷത വഹിച്ചു. ക്യാൻ തൃശൂർ പദ്ധതിയുടെ ജില്ലാ നോഡൽ ഓഫീസർ PK രാജു പദ്ധതി വിശദീകരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജൂബി പ്രദീപ്, വാർഡ് മെമ്പർമാരായ KR ദാസൻ, PV സെന്തിൽ കുമാർ, റസീന ഖാലിദ്, CS മണികണ്ഠൻ, ശ്രീദേവി മാധവൻ, വാടനപ്പള്ളി സാമൂഹിക ആരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ K ഗോപകുമാർ, CDS ചെയർപേഴ്സൺ കമലം ശ്രീകുമാർ, നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KS കിഷോർ,
ഹെൽത്ത് ഇൻസ്പെക്ടർ ടി പി ഹനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു. ഗൈനക്കോളജി, സർജറി, ഓങ്കോളജി, ഡെന്റൽ, ENT, പൾമനോളജി എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാർ ക്യാമ്പിൽ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ 266 പേർ പങ്കെടുത്തു. നാട്ടിക, വലപ്പാട്, തളിക്കുളം, വാടനപ്പള്ളി ആരോഗ്യ കേന്ദ്രങ്ങളിലെ ജീവനക്കാർ, ആശാപ്രവർത്തകർ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം SC വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം നടത്തി. ഗവൺമെന്റ് അംഗീകൃത കോളേജുകളിൽ ഡിപ്ലോമ, ഡിഗ്രി, PG കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്തത്. ഡിപ്ലോമ കോഴ്സുകൾക്ക് 15,000 രൂപയും ഡിഗ്രി കോഴ്സുകൾക്ക് 20,000 രൂപയും PG കോഴ്സുകൾക്ക് 30,000 രൂപ വീതം 14 വിദ്യാർത്ഥികൾക്കായി 3 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് ഇനത്തിൽ വിതരണം നടത്തിയത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PA സജിത വിതരണോദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK അനിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM മെഹബൂബ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷറ അബ്ദുൽ നാസർ, വാർഡ് മെമ്പർമാരായ IS അനിൽകുമാർ, ഷാജി ആലുങ്ങൽ, സിംഗ് വാലത്ത്, വിനയ പ്രസാദ്, ഷിജി CK, സന്ധ്യ മനോഹരൻ, KK സൈനുദ്ദീൻ, ജിജി രാധാകൃഷ്ണൻ, സുമന ജോഷി, ബിന്നി അറയ്ക്കൽ, പഞ്ചായത്ത് സെക്രട്ടറി IP പീതാംബരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രമണി എന്നിവർ സംസാരിച്ചു. പ്രധാനപ്പെട്ട പദ്ധതിയാണ് കുട്ടികൾക്കുള്ള SC വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണം. നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് നിന്നുള്ള ഗവൺമെന്റ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവഴിക്കുന്നത് SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ്. അതിൽ തന്നെ വിദ്യാർത്ഥികൾ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ നല്ല നിലവാരത്തിലേക്ക് പഠനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഡിഗ്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ PG ആയിക്കോട്ടെ, അതിന് മുകളിലേക്ക് എന്ത് കോഴ്സുകളാണ്, ഡിപ്ലോമയാണെന്നുണ്ടെങ്കിലും വ്യത്യസ്ത കോഴ്സുകൾ പഠിപ്പിക്കാനായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ തയ്യാറാകുന്നു എന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം. എന്നാൽ ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായിട്ടുള്ള സാമ്പത്തിക ചുറ്റുപാട് വളരെ അധികം ഉണ്ടാകാറുണ്ട് പലപ്പോഴും. എടമുട്ടം ക്രിസ്തുരാജ ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ ജേക്കബ് കുറ്റിക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ സന്ദേശം ഫാദർ മെഫിൻ തെക്കേക്കര നൽകി. വൈകിട്ട് കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും നടന്നു. ഇടവക വികാരി ഫാദർ സിൻഡോ മാടവന, കൈക്കാരന്മാർ, കൺവീനർമാർ, കുടുംബ സമ്മേളന ഭാരവാഹികൾ, സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ തിരുനാളിന് നേതൃത്വം നൽകി. തളിക്കുളം അയ്യപ്പ ഭക്തജന സമിതിയുടെ ആഭിമുഖ്യത്തിൽ വാടാനപ്പള്ളി വ്യാസ നഗറിൽ രണ്ടാമത് ദേശവിളക്ക് ആഘോഷിച്ചു. വിശേഷാൽ ചടങ്ങുകൾ, പ്രസാദഊട്ട് എന്നിവയ്ക്ക് നിരവധി ഭക്തർ ക്ഷേത്രത്തിലെത്തിയിരുന്നു. ആലയിൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലം വരവും ഉണ്ടായിരുന്നു.
നെടിയംകുളങ്ങര ഭജൻസ് അവതരിപ്പിച്ച ഭജന, മഴവിൽ മനോരമ കിടിലം വിന്നേഴ്സ് ശ്രീശാസ്ത ആലപ്പാട് അവതരിപ്പിച്ച ചിന്തുപാട്ട് ഉൾപ്പെടെ വിവിധ വാദ്യമേളങ്ങളോടുകൂടിയ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ്, പന്തലിൽ ശാസ്താംപാട്ട്, തുടർന്ന് വിളക്ക് ആചാര ചടങ്ങുകൾ എന്നിവയും നടന്നു. ദേശവിളക്ക് ജനറൽ കൺവീനർ KB ശ്രീജിത്ത്, മറ്റു കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരമുക സെയിന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിൽ നടന്ന തിരുനാളിനോടനുബന്ധിച്ച് നടന്ന തിരുനാൾ പ്രദക്ഷിണം ഭക്തിനിർഭരമായി. തിരുനാൾ കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികനായി. വൈകിട്ട് പ്രദക്ഷിണത്തിന് ശേഷം NRIയുടെ നേതൃത്വത്തിൽ ബാൻഡ് വാദ്യവും ഉണ്ടായി. ഇടവക വികാരി ഫാദർ പോൾ പേരാമംഗലത്ത്, തിരുനാൾ ജനറൽ കൺവീനർ റോണി പുത്തൻചിറ, കൈക്കാരന്മാരായ ഷോജൻ ചുങ്കത്ത്, KC വിൻസെന്റ്, TV ഷാജു, ബെന്നി കൈതാരത്ത് എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് ആരയംപറമ്പിൽ ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ തിറവെള്ളാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് വിഷ്ണുമായ സ്വാമിക്ക് കളം നടന്നു. രാവിലെ ഉഷപൂജ, കലശപൂജ, കലശാഭിഷേകം, ഉച്ചപൂജ, തുടർന്ന് വിഷ്ണുമായ സ്വാമിയുടെ എഴുന്നള്ളിപ്പ്, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, കളത്തിൽ നൃത്തം, വൈകിട്ട് ദീപാരാധന എന്നിവ നടന്നു. ദേവസ്ഥാനാധിപതി രവി രത്നാകരൻ മുഖ്യ കാർമ്മികനായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. സജീവ കോൺഗ്രസ് പ്രവർത്തകനായ നാട്ടിക SN കോളേജ് ഗ്രൗണ്ടിന് വടക്കുവശം താമസിക്കുന്ന തണ്ടിയേക്കൽ രാമചന്ദ്രൻ നിര്യാതനായി. ഭാര്യ പരേതയായ മണി, മക്കൾ മധു, അമ്പിളി സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും.
പ്രധാന വാർത്തകൾ വീണ്ടും. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം MP-ക്ക് അന്തിക്കാട് സ്വീകരണം. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ DYFI സംഘടിപ്പിക്കുന്ന മനുഷ്യചങ്ങലയുടെ ഭാഗമായി മണലൂർ മേഖലാ കമ്മിറ്റിയുടെ കാൽനട ജാഥ. കേരളത്തിൽ ജാതി സെൻസസ് നടപ്പിലാക്കി പട്ടിക വിഭാഗങ്ങൾക്ക് നഷ്ടപ്പെട്ട പ്രാതിനിധ്യം ഉറപ്പുവരുത്തണമെന്ന് ഭാരതീയ പട്ടികജന സമാജം പ്രതിനിധി സമ്മേളനം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.